നമസ്കാരം. ഈ വീഡിയോ സ്ക്രോൾ ചെയ്ത് പോയിട്ട് അയ്യോ അവസാനം ഞാൻ ഇതൊന്നും അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കഥയില്ല കേട്ടോ. അതായത് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണെന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ഫോണിൽ ഒരു 100,000 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. ഇതേ ഫോൺ വഴിയായിരിക്കും നമ്മൾ നമ്മുടെ ബാങ്കിങ് ഇടപാടുകൾ നടത്തുന്നത്. ഇതേ ഫോണിലായിരിക്കും നമുക്ക് നമ്മുടെ OTP-കളും വരുന്നത്. നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള പല ആപ്ലിക്കേഷനുകളും ആവശ്യമില്ലാതെ നമുക്ക് വരുന്ന SMS റീഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടെത്തി അനാവശ്യമായ ആപ്ലിക്കേഷനിൽ നിന്നും ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരം വീഡിയോകൾ വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോയാലോ. വാ. ഇതിനുവേണ്ടി ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ സെറ്റിംഗ്സ് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ബ്രൗസറിൽ പെർമിഷൻ മാനേജർ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പെർമിഷൻ മാനേജർ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കും. നമ്മൾ ഇതേപോലൊരു സ്ക്രീനിലേക്ക് വരും. ഇവിടെ നിങ്ങൾ പെർമിഷൻ മാനേജർ കണ്ടോ, ആ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലൊരു സ്ക്രീനിലേക്കാണ് വരുന്നത്. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ SMS എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ കണ്ട് അലൗഡ് ഇത്രയും ആപ്ലിക്കേഷനുകൾക്ക് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന SMS റീഡിയൽ പെർമിഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. താഴെട്ടുണ്ട് നോട്ട് അലൗഡ്, ഇതിനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ളതിൽ ഏതെങ്കിലും അനാവശ്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിന് നേരെ നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ അലൗ എന്നുള്ളത് ഡോണ്ട് അലൗ എന്ന് ആക്കിയതിന് ശേഷം ഡോണ്ട് അലൗ എനിവേ അത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പെർമിഷൻ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എല്ലാ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം അനാവശ്യമായ ആപ്ലിക്കേഷൻ ഇത്രയും പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത് കളയുക. എങ്ങനെയുണ്ട്? നിങ്ങളും ഇപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ഇത്ര ഉപകാരപ്രദമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.